എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. വെറും 5 മിനിറ്റ് മതി കറി ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്തൊരു കറി ഉണ്ടാക്കണം, എന്ത് കറി ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്തിരിക്കുന്ന ബാച്ചിലേഴ്സിനും, അതേപോലെ അമ്മമാർക്ക്, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ കടകളിലൊന്നും നമുക്ക് പെട്ടെന്നൊന്നും പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എന്ത് കറി ഉണ്ടാക്കുമെന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. എൻ്റെ അമ്മ ഉണ്ടാക്കാറുള്ള കറിയാണിത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒരു പാൻ ചൂടാക്കിയതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും, ഒരു 3-4 വെളുത്തുള്ളിയും 3-4 ചുവന്നുള്ളിയും കൂടെ ചതച്ചിട്ട് അതും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ട് അത് മൂപ്പിക്കണം. ഇതിന് കുറച്ച് എരിവുണ്ട്, അപ്പോൾ ഇത്ര എരിവ് വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളകിന് പകരം 1/2 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് പൊടി ചേർത്താൽ മതി. മുളകിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കണം. പിന്നീട് അതിലേക്ക് ഞാൻ 2 കപ്പ് തൈരിൻ്റെ കട്ടയൊക്കെ ഉടച്ചിട്ട് തൈര് ചേർത്തിരിക്കുകയാണ്. വെള്ളം വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ തൈര് ചേർത്തിട്ട് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ പാനിലെ ചൂടും കൊണ്ട് തൈരൊന്നും ചൂടായാൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആവശ്യമായുള്ള ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കറി റെഡിയായി കഴിഞ്ഞാൽ എത്ര ഈസിയാണ്, വെറും 5 മിനിറ്റ് മതി കറി ഉണ്ടാക്കാനായിട്ട്. ബീഫ് ഉലത്തിയത്, ചിക്കനോ അതേപോലെ ഓംലെറ്റൊക്കെ ഒത്തിരി നല്ലതാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. അതല്ലെങ്കിൽ പയർ ഉലത്തിയതും പപ്പടവും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് പുളിയുള്ള തൈരാണെങ്കിൽ നല്ലത്.